ഒറ്റപ്പാലത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന KSRTC പ്രിയദർശിനി ബസിന്റെ മുൻചക്രം ഊരിത്തെറിച്ചു. ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ കാരണം 60ഓളം വരുന്ന യാത്രക്കാർ തലനാരിഴയ്ക്കാണ് വൻ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. പാലക്കാട്ട് നിന്ന് യാത്രക്കാരുമായി പുറപ്പെട്ട ബസ് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതിനിടെയാണ് മുൻഭാഗത്തെ ഇടതുവശത്തെ ചക്രം പെട്ടെന്ന് ഊരിത്തെറിച്ചത്. അപകടം തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ ഡ്രൈവർ ബസ് അരികിലേക്ക് ഒതുക്കി നിർത്തിയതിനാൽ വൻ അപകടം ഒഴിവായി. ബസിന്റെ ഫ്രണ്ട് സബ് ആക്സിലിലുണ്ടായ തകരാറാണ് ചക്രം ഊരിപ്പോകാൻ കാരണമായതെന്ന് ഡ്രൈവർ പറഞ്ഞു. സ്റ്റാൻഡിലേക്ക് തിരിയണോടുകൂടിയിട്ട് പെട്ടെന്ന് ചക്രം ഊരി വീണു. അപ്പൊ തന്നെ വണ്ടി സൈഡാക്കി. എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിയില്ല? വണ്ടിയിൽ എത്രത്തോളം ആളുണ്ടായിരുന്നു? വണ്ടിയിലൊരു 60. എവിടുന്നെടുത്ത വണ്ടിയാ? പാലക്കാട്. അതേസമയം സർവീസ് നടത്തിയ ബസിന്റെ ഫിറ്റ്നസും ഇൻഷുറൻസും ദീർഘനാളായി മുടങ്ങിക്കിടക്കുകയാണെന്ന് ആരോപിച്ച് യാത്രക്കാർ സ്ഥലത്ത് ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. നിശ്ചിത കിലോമീറ്റർ വെച്ചിട്ട് ഈ വണ്ടികളുടെ ഗ്രീസ് മാറലും കാര്യങ്ങളൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ടയർ എൻഡിന്ന് ഊരിപ്പോലും കാര്യങ്ങളൊക്കെ അത് ഗ്രീസ് മാറായിട്ട് നോക്കായിട്ടും പറ്റുന്ന സംഭവങ്ങളാണ്. അതേപോലെ ഇതിന്റെ ലൈനറൊക്കെ നിങ്ങൾ നോക്കി നോക്ക്, ലൈനറൊക്കെ പച്ച മോശം ലൈനറാണ് ഇതിന്റെ ഫ്രണ്ടിൽ ഇട്ടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയാൽ കാണാം. ഇത് ഇതിന്റെ ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണം, അതൊന്നും നമ്മൾ നോക്കണ്ട. ഇങ്ങനത്തെ കണ്ടീഷനിൽ ഈ വണ്ടികൾ പുറത്തേക്ക് ഇറക്കാതിരിക്കുക. നല്ലപോലെ സർവീസ് നടത്താൻ പറ്റുന്ന വണ്ടികളാണെങ്കിൽ മാത്രം ഇറക്കുക. ഒന്നില്ലെങ്കിൽ എത്ര ജനങ്ങൾ ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞിട്ട് എത്ര ലേഡീസ് ഫ്രീ ആയി കയറി വരുന്ന വണ്ടിയാ, അതൊക്കെ ഒന്ന് അവർ മനസ്സിലാക്കണ്ടേ. കാരണം ഇതിന്റെ നമ്മളിപ്പോ ആപ്പ് എടുത്ത് നോക്കുമ്പോൾ നമുക്കൊക്കെ ഉള്ള പരിവാഹന ആപ്പാണ്. ഈ ആപ്പ് എടുത്ത് നോക്കുമ്പോൾ ഇതിന്റെ RC ക്യാൻസലാണ്, ഇൻഷുറൻസ് 2020 കഴിഞ്ഞാണ്. ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മളിത് പ്രതികരിക്കാൻ നിൽക്കും. അപ്പൊ അതിനൊന്നും നിൽക്കേണ്ട. ഇത് ഇങ്ങനത്തെ വണ്ടികളൊക്കെ വരുമ്പോഴാണ് നമ്മൾ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ വെക്കുക. ഒന്നില്ലെങ്കിൽ ഇത് കോർപ്പറേഷൻ കാശ് വാങ്ങിയിട്ട് യാത്രക്കാരെ കൊണ്ടുപോയിട്ട് നല്ലപോലെ വണ്ടികൾ മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോവുക. ഇതിപ്പോ നമ്മളൊക്കെ എത്ര ആൾക്കാരുടെ ജീവൻ പോവും? ഏട്ടനൊന്ന് ആലോചിച്ച് നോക്കി. ഇത് ഈ വണ്ടി അവിടുന്ന് വരുന്ന വഴിക്ക് ഇതിപ്പോ ഈ തിരിഞ്ഞു വരുന്ന സ്റ്റാൻഡിലേക്ക് തിരിഞ്ഞു വരുന്ന ഭാഗമായതുകൊണ്ട് ഇവർ സ്ലോ ചെയ്തിട്ടാണ് തിരിഞ്ഞു വരുള്ളൂ. 5 കിലോമീറ്റർ സ്പീഡിലാണ് ബസ് സ്റ്റാൻഡിൽ ഒരു വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തിരിഞ്ഞു വരിക എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ മുമ്പിൽ വണ്ടി ഉള്ളതുകൊണ്ട് അത്രയും മെല്ലെ വന്നുകൊണ്ടാണ് ഇത് ഇത്ര ഒരു അപകടം ഒരാൾക്കൊന്നും പറ്റാതിരുന്നത്. ഈ സാധനം മെയിൻ റോഡിൽ ഇവർ മറ്റു വണ്ടികളായിട്ട് കോമ്പറ്റീഷൻ ചെയ്ത് വരുന്ന സമയത്തോ അല്ലെങ്കിൽ റോഡിൽ ഒരു 50 കിലോമീറ്റർ സ്പീഡിൽ വരുന്നിട്ടുണ്ടല്ലോ, ആ ഫ്രണ്ടിലിരിക്കുന്ന മിക്ക യാത്രക്കാരും അത്രയും വലിയ അപകടം സംഭവിക്കാതെ. തകർപ്പൻ ഓണം സെയിലുമായി എത്തിക്കഴിഞ്ഞു ഒറ്റപ്പാലത്തെ നിങ്ങളുടെ സ്വന്തം CM സ്റ്റോഴ്സ്. ഇനി സമയം ഒട്ടും കളയണ്ട, ഇന്ന് തന്നെ CM സ്റ്റോഴ്സ് സന്ദർശിക്കൂ.